ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകമാണ്. അതിലെ ലാസ്റ്റ് യൂണിറ്റ് എംബ്രേസിംഗ് ഡിഫറൻസസ് എന്ന യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. എ ഫ്രണ്ട് ലൈക്ക് സൈമണിലെ മുഴുവൻ മലയാളം എക്സ്പ്ലനേഷൻ നമ്മളിതിൽ തരും. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, അതായത് 2 ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1 ആണിത്, പാർട്ട് 2ലാണ് ആക്ടിവിറ്റീസ് ഉള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നോക്കാം. എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. കേറ്റ് ഗെയ്നർ ആണ് ഇതിൻ്റെ ഓതർ കേട്ടോ. ഹായ്, മൈ നെയിം ഈസ് മാത്യു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ സ്റ്റോറി അബൌട്ട് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഹിസ് നെയിം ഈസ് സൈമൺ. സൈമൺ ജോയിൻഡ് മൈ സ്കൂൾ ലാസ്റ്റ് ഇയർ ആൻഡ് ഐ റിമെമ്പർ ഹിസ് ഫസ്റ്റ് ഡേ വെരി വെൽ. അപ്പോൾ ഈ കഥ പറയുന്നത് മാത്യു എന്ന് പറയുന്നൊരു കുട്ടിയാണ്. മാത്യുവിന് പറയാനുള്ള കഥ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ. ആ ഫ്രണ്ടിൻ്റെ പേര് സൈമൺ എന്നാണ്. സൈമൺ ഇവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷമാണ്. ഓക്കെ, അപ്പോൾ സൈമൺ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ മാത്യുവിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മാത്യു ആൻഡ് സൈമൺ 2 കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഡോർ ഓഫ് മൈ ക്ലാസ് റൂം, സൈമൺസ് മം ഗേവ് മി എ ബിഗ് സ്മൈൽ. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മാത്യു, ഷീ സെഡ്. സൈമൺ, വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു, ഷീ ആസ്ക്ഡ്. ബട്ട് സൈമൺ ജസ്റ്റ് ടേൺഡ് അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ മാത്യു നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു നിൽക്കുമ്പോൾ നമ്മുടെ സൈമണും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. സൈമണിൻ്റെ അമ്മ നല്ല ചിരിയോട് കൂടിയിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും മാത്യുവിൻ്റെ അടുത്ത്. അപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയൊക്കെ ചെയ്യും. നിന്നെ കണ്ടതിൽ സന്തോഷം എന്നൊക്കെ മാത്യുവിനോട് സൈമണിൻ്റെ അമ്മ പറയും. എന്നിട്ട് നമ്മുടെ സൈമണിനോട് പറയും, മാത്യുവിനൊരു ഹായ് പറയും, മാത്യുവിനോടൊരു ഹലോ പറയൂ എന്ന് പറയും. പക്ഷെ സൈമൺ എന്ത് ചെയ്യും? സൈമൺ ഹലോ ഒന്നും പറയാതെ നേരെ തല താത്തി അങ്ങോട്ട് നിൽക്കും, ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കും, ആ ചിത്രത്തിൽ കാണുന്ന പോലെ കേട്ടോ. Our teacher told us that Simon would be joining our class that year. He would take part in most of our lessons, but sometimes he would get help with his work from a special teacher too. അപ്പോൾ ഇവരുടെ ടീച്ചർ പറയും, സൈമൺ ആ വർഷം അവരുടെ സ്കൂളിൽ അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അവന് എല്ലാ ലെസൺസിലും അവൻ പങ്കാളിയാവും, പക്ഷേ ചില സമയങ്ങളിൽ അവനൊരു സ്പെഷ്യൽ ടീച്ചറാണ് അവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവനൊരു സ്പെഷ്യൽ കിഡാണ്, ഒരു സ്പെഷ്യൽ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവൻ പഠിക്കുന്നത് കേട്ടോ. Next, I thought Simon would like our school a lot. It really is a great school. Apart from just one thing, a girl called Hetty, or horrible Hetty, as I liked to call her. Hetty was always pushing her way to the front of the queue at lunch. I am next, she should say when it was someone else's turn, and then she would make a horrible mean face. അപ്പോൾ സൈമണിന് ആ സ്കൂൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും ഒരു ഗ്രേറ്റ് സ്കൂൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഹെറ്റി. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെറ്റി പറഞ്ഞ പെൺകുട്ടീനെ. ഈ ഹെറ്റീനെ മാത്യു വിളിക്കുന്നതാണ് കേട്ടോ ഹൊറിബിൾ ഹെറ്റി എന്ന്. ഹെറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്യൂ നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും സ്കൂളിൽ ക്യൂ നിൽക്കുന്ന ടൈമിൽ, ലഞ്ച് ടൈമിലൊക്കെ ഇവർ ക്യൂ നിൽക്കും. ആ ക്യൂ നിൽക്കുന്ന ടൈമിലെല്ലാം വന്ന് ക്യൂവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഐ എം നെക്സ്റ്റ് കൊണ്ട് തള്ളി തിരക്കി അങ്ങോട്ട് വരും. അതാണ് അവളെ ഹൊറിബിൾ. അവളുടെ എന്നിട്ട് ഇതുപോലെ ഹൊറിബിൾ ഫേസ് കാട്ടും ക്യൂവിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ അടുത്ത്. അപ്പോൾ ഇതാണ് ഇവൾക്ക് ഹൊറിബിൾ ഹെറ്റി എന്ന് പേര് വരാൻ കാരണം കേട്ടോ ആ കുട്ടിക്ക്. Every day after we ate our lunch, my friends and I would go to the schoolyard and make up new fun games to play. On Simon's first day, I asked him if he wanted to join in, but Simon seemed to like being on his own. അപ്പോൾ എല്ലാ ദിവസവും ലഞ്ച് കഴിഞ്ഞ് ഫ്രണ്ട്സും മാത്യുവും ഒക്കെ സ്കൂൾ മുറ്റത്ത് കളിക്കും. പല കളികളും ഇവർ കളിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സൈമണിനോട് മാത്യു ചോദിച്ചു, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ സൈമണിന് ഇൻട്രസ്റ്റ് ഇല്ല. അവൻ്റെ അവനെ കണ്ടപ്പോൾ തന്നെ അവൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹം എന്ന് മനസ്സിലായി. അവൻ ഇവർക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല കേട്ടോ. ആസ് ടൈം വെൻ ബൈ ഐ നോട്ടീസ്ഡ് ഹൗ സൈമൺ ആക്ടഡ് എ ലിറ്റിൽ ഡിഫറെൻ്റ്ലി ഫ്രം ദി അതർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ മൈ ക്ലാസ്. സംടൈംസ് ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് സംതിങ് സ്മോൾ ലൈക്ക് someone bumping into him by accident. No one could understand why or even what he was upset about.
അപ്പോൾ സമയം കടന്നുപോയി, കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ മാത്യുവിന് മനസ്സിലായി സൈമൺ എന്തോ പ്രത്യേകതയുണ്ട്, ബാക്കി ബോയ്സിനെയും ഗേൾസിനെയും പോലെ അല്ല സൈമൺ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ സൈമൺ അപ്സെറ്റ് ആവുമായിരുന്നു. അറിയാതെ നമ്മൾ ഒന്ന് തട്ടിപ്പോയ ദേഹത്ത് അവൻ്റെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അവൻ അപ്സെറ്റ് ആവും. അപ്പോൾ ആർക്കും മനസ്സിലായില്ല അവൻ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥനാവണമെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. Simon always liked to arrange the books and pencils on his desk in the same way every day. He didn't like it very much when anything changed at all. Simon എന്നും അവന് ബുക്കും പെൻസിലും ഒക്കെ ഡെസ്കിൽ ഒരേപോലെ അടുക്കി വെക്കും. ഒരു സാധനം വെച്ചെടുത്തുനിന്ന് മാറിയിരിക്കുന്നത് ഇഷ്ടമല്ല. അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വെക്കും. ഒരു സാധനം പ്ലേസിൽ നിന്ന് ചേഞ്ച് ആയി പോണത് അവന് ഇഷ്ടമല്ലായിരുന്നു. Sometimes he would get upset about things like the school bell ringing or having to move his feet. Because Simon was a little different from my other friends, I soon stopped asking him to take part in games. Sometimes I got annoyed if the teacher tried to get him to join in. I just was not sure if I wanted to have a friend like Simon. അപ്പോൾ ചില ദിവസങ്ങളിൽ ബെല്ലടിക്കുമല്ലോ, സ്കൂൾ ബെല്ലടിക്കുന്ന സമയത്ത് അവൻ അപ്സെറ്റ് ആവും. അതുപോലെ തന്നെ സീറ്റിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ അവൻ അപ്സെറ്റ് ആവും. ആര്? സൈമൺ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സൈമൺ കുറച്ച് വ്യത്യസ്തനായ ഒരു കുട്ടിയാണെന്ന്. പതുക്കെ പതുക്കെ മാത്യു സൈമണിനെ വിളിക്കാതെയായി, ഗെയിംസ് കളിക്കാനൊന്നും വിളിക്കാതെയായി. ചില സമയത്തൊക്കെ ടീച്ചർ അവനെയും കൂടി കളിക്കാൻ കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദേഷ്യം വരാൻ തുടങ്ങി മാത്യുവിന് കേട്ടോ. Then the time for the big school trip to the fun fair came. All the boys and girls had to pair up and find someone to sit with on the bus. Why don't you and Simon pair together today? Asked our teacher. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് സ്കൂളിൽ നിന്ന് ഇവർ ട്രിപ്പ് പോകാനുള്ള സമയമാവുന്നത്. ട്രിപ്പ് പോകണം, ടൂർ പോവാണ്, ഫൺ ഫെയറിന് പോവാണ് ഇവർ കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ്സിൽ പോകുന്ന സമയത്ത് രണ്ട് കുട്ടികളാണ് സീറ്റിൽ പെയർ ചെയ്തിരിക്കുക. അപ്പോൾ ഇവനോട് മാത്യുവിനോട് ടീച്ചേഴ്സ് ചോദിക്കും, നീയും സൈമണും എന്തുകൊണ്ട് പെയർ ചെയ്തിരുന്നുകൂടാ, നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. So Simon and I sat together on the way to the fun fair. Simon took out his sandwiches. Do you like sandwiches? I asked him. Do you like sandwiches? He repeated. And then he handed me his lunchbox to share them with me. Thanks Simon, I said, but Simon was busy looking out of the window. അപ്പോൾ സൈമണും നമ്മുടെ മാത്യുവും അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ സൈമൺ കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാൻഡ്വിച്ചാണ്. അവൻ സാൻഡ്വിച്ച് പുറത്തെടുക്കും. അപ്പോൾ ഇത് കണ്ട് മാത്യു ചോദിക്കും സൈമണിനോട്, നിനക്ക് സാൻഡ്വിച്ച് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടതും സൈമൺ മാത്യു ചോദിച്ചത് കേട്ട സൈമൺ തിരിച്ചു ചോദിക്കും, നിനക്ക് സാൻഡ്വിച്ച് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ ലഞ്ച് ബോക്സ് എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ മാത്യു താങ്ക്സ് സൈമൺ എന്ന് പറയും കേട്ടോ. ഐ സെഡ് ബട്ട് സൈമൺ, പക്ഷേ സൈമൺ തിരിച്ച് താങ്ക്സിന് വെൽക്കം എന്നോ അങ്ങനെ ഒന്നും പറയില്ല. സൈമൺ എന്ത് ചെയ്യും, പുറത്തേക്ക് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. Later that day, while Simon and I were waiting in the queue for our ice cream, horrible Hetty marched over to the ice cream van. I am next, she said in a mean voice. She started pushing her way in front of us to the top of the queue. Simon suddenly shouted, "No!" very loudly. Hetty got such a fright, her pigtails flew up in the air. She quickly turned around and ran off. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഇവർ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യൂവിൽ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആര് വരും, നമ്മുടെ ഹൊറിബിൾ ഹെറ്റി ഓടി വരും. ഹൊറിബിൾ ഹെറ്റി ഐസ്ക്രീം വാനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനാണ് അടുത്തത്, ഞാൻ വാങ്ങും അടുത്ത് പറഞ്ഞിട്ട് ആ ക്യൂവിൽ ഫസ്റ്റ് പോയി നിൽക്കാൻ ശ്രമിക്കും. അത് കണ്ടിട്ട് ആർക്ക് ദേഷ്യം വരും, അത് കണ്ടിട്ട് നമ്മുടെ സൈമണിന് ദേഷ്യം വരും. എന്നിട്ട് സൈമൺ പറയും, നോ പറയും, പറ്റില്ല എന്ന് വളരെ ലൗഡായിട്ട് പറയും. എന്നിട്ട് അത് കേട്ട് ഷൗട്ട് ചെയ്ത് പറയണ കേട്ട് പേടിച്ചിട്ട് ഹെറ്റി എന്ത് ചെയ്യും, ഹെറ്റിയുടെ മുടി രണ്ട് ഭാഗം കെട്ടിയിട്ടുണ്ട്, ആ പിക്ടയിലൊക്കെ പൊങ്ങും. അവൾ പേടിച്ച് ഓടിപ്പോകും കേട്ടോ. താങ്ക്സ് സൈമൺ, ഐ സെഡ്. താങ്ക്സ് സൈമൺ, ഹി റിപ്പീറ്റഡ്. അപ്പോൾ സൈമൺ താങ്ക് യു എന്ന് മാത്യു പറയും. അതേ കാര്യം തന്നെ സൈമൺ റിപ്പീറ്റ് ചെയ്യും. താങ്ക്സ് സൈമൺ തന്നെ ആര് പറയും, നമ്മുടെ മാത്യുവും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ, ലുക്കിംഗ് അപ്പ് അറ്റ് ദ ലൈറ്റ്സ് ഓഫ് ദ ബിഗ് ഫെറീസ് വീൽ. ആ ഫെറീസ് വീൽ കറങ്ങുണ്ടാവും, ലൈറ്റൊക്കെ ഉള്ളത്, അതിലേക്ക് നോക്കി നിൽക്കും. ആഫ്റ്റർ ദാറ്റ് ഐ ഓൾവേസ് ആസ്ക്ഡ് സൈമൺ ഇഫ് ഹി വാണ്ടഡ് ടു ഹാവ് ലഞ്ച് വിത്ത് മീ ഓർ പ്ലേ എ ഗെയിം ഡ്യൂറിംഗ് ബ്രേക്ക് ടൈം. സം ഡേയ്സ് ഹി വുഡ് ജോയിൻ ഇൻ, ബട്ട് അതർ ഡേയ്സ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു ബി ഓൺ ഹിസ് ഓൺ. ദാറ്റ് വാസ് ഓക്കെ ടു.
പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം മാത്യു സൈമണിനോട് ചോദിക്കും ലഞ്ച് കഴിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വരുന്നോ, എൻ്റെ കൂടെ കളിക്കാൻ വരുന്നോ എന്നെല്ലാം ചോദിക്കുമായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ ഈ നമ്മുടെ സൈമൺ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും, ചില ദിവസങ്ങളിൽ അവൻ ഒറ്റയ്ക്കിരിക്കും. The other boys and girls in the school soon learned to understand Simon better. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ സ്കൂളിലെ വേറെ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരു കാര്യം മനസ്സിലായി, സൈമണിന് നന്നായി മനസ്സിലാവാൻ തുടങ്ങി. സംടൈംസ് സൈമൺ ആക്ടഡ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം us. ചില സമയത്തൊക്കെ സൈമൺ ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാടൊന്നും സംസാരിക്കില്ല. ഹി ഡിഡ്ന്റ് ഹാവ് എ ലോട്ട് ടു സേ ബട്ട് ഹി വാസ് ജസ്റ്റ് ദി സെയിം ആസ് എവ്രി വൺ എൽസ് ഇൻ അവർ സ്കൂൾ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ, സ്കൂളിലെ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെയാണ് അവനും. വി ലേൺഡ് എ ബിഗ് ലെസൺ ഫ്രം സൈമൺ. ഞങ്ങൾ അവനിൽ നിന്ന് വലിയൊരു ലെസണാണ് പഠിച്ചത്. ഓൺലി ഹൊറിബിൾ ഹെറ്റി വുഡ് ലീവ് ഔട്ട് സമ്മൺ ബിക്കോസ് ദേ വർ ഡിഫറെൻറ്റ് ഫ്രം us. ഹൊറിബിൾ ഹെറ്റിനെ മാത്രമേ ഇവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടതുള്ളൂ. സൈമൺ ഓൾസോ ഷോഡ് മീ ജസ്റ്റ് ഹൗ ഗ്രേറ്റ് ഇറ്റ് ഈസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് ഹിം. സൈമൺ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു സൈമണിനെ പോലെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം പ്രഷ്യസ് ആണ്, എത്രത്തോളം വലുതാണ് എന്നുള്ളത്. ആൻഡ് ഡു യു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ? നിങ്ങൾക്ക് സൈമണിനെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടോ? വൈ ഡോണ്ട് യു ടെൽ മീ യുവർ സ്റ്റോറി? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റോറി പറയുന്നില്ല? എന്നോട് എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കഥ വരുന്നത്. കഥ നമ്മൾ ഓവറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നോക്കാം. ആദ്യ ചോദ്യം, വാട്ട് ഡിഡ് സൈമൺസ് മം ആസ്ക് ഹിം ടു ഡു? ആൻസർ, സൈമൺസ് മം ആസ്ക്ഡ് ഹിം ടു സേ ഹലോ ടു മാത്യു. സൈമണിൻ്റെ അമ്മ എന്ത് ചോദിച്ചു? ഹലോ പറയാൻ പറഞ്ഞു അല്ലേ മാത്യുവിനോട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് സൈമൺ റിയാക്ട് ടു ഹിസ് മദേഴ്സ് റിക്വസ്റ്റ്? സൈമൺ എങ്ങനെ റിയാക്ട് ചെയ്തു അമ്മ പറഞ്ഞതിന്? സൈമൺ ജസ്റ്റ് ടേൺഡ് അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഹലോ ടു മാത്യു ആസ് റിക്വസ്റ്റഡ് ബൈ ഹിസ് മദർ. താഴേക്ക് നോക്കി നിന്നു അല്ലേ, ഹലോ എന്നൊന്നും പറഞ്ഞില്ല, ഹലോ പറയാതെ താഴേക്ക് നോക്കി നിന്നു. അടുത്തത്, വാട്ട് വാസ് ദ ഓൺലി തിങ് വിച്ച് വാസ് ബാഡ് അബൌട്ട് ദ സ്കൂൾ? ആ സ്കൂളിൽ ഒരേ മോശപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്തായിരുന്നു അത്? The only thing which was bad about the school was a girl called Hetty, who Matthew called horrible Hetty. Hetty എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു അവിടെ പ്രശ്നക്കാരി അല്ലേ. അടുത്തത്, why did Matthew and his friends call the girl horrible Hetty? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടീനെ എല്ലാവരും horrible Hetty എന്ന് വിളിച്ചത്? ആൻസർ, മാത്യുവിന് ഒരു ടീം മതി കേട്ടോ. മാത്യു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കോൾഡ് ദി ഗേൾ ഹൊറിബിൾ ഹെറ്റി ബിക്കോസ് ഷീ ഓൾവേസ് പുഷ്ഡ് ഹെർ വേ ടു ദി ഫ്രണ്ട് ഓഫ് ദ ക്യൂ ഫോർ ലഞ്ച് സേയിങ് ഐ ആം നെക്സ്റ്റ്. ലഞ്ച് ക്യൂ നിൽക്കുന്ന സമയത്ത് ഞാൻ അടുത്തെന്ന് പറഞ്ഞിട്ട് ക്യൂവിലൊക്കെ തള്ളിക്കയറി വരും, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. വാട്ട് വാസ് സംതിങ് അൺയൂഷ്വൽ അബൌട്ട് സൈമൺ ദാറ്റ് മാത്യു നോട്ടീസ്ഡ്? അപ്പോൾ സൈമണിൽ എന്തായിരുന്നു വ്യത്യസ്തമായിട്ട് മാത്യു നോട്ടീസ് ചെയ്ത കാര്യം? Matthew noticed that Simon acted a little differently from other boys and girls in his class. ബാക്കിയുള്ള ബോയ്സിലും ഗേൾസിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു, ചെറിയൊരു വ്യത്യാസം അല്ലേ. സൈമൺ വുഡ് often get upset by something very small like someone bumping into him by accident. സൈമൺ ചെറുതായിട്ടൊരു വ്യത്യസ്തനായിരുന്നു. ആരെങ്കിലും അറിയാതെ പോയി തട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് മുട്ട് അദ്ദേഹത്തെ തട്ടുകയൊക്കെ ചെയ്താൽ തന്നെ അവൻ അപ്സെറ്റ് ആവുമായിരുന്നു, അസ്വസ്ഥനാവുമായിരുന്നു. അടുത്തത്, വാട്ട് പ്രോബ്ലം ഡിഡ് സൈമൺ ഹാവ് അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം? ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എന്താ പ്രശ്നം? ദ പ്രോബ്ലം സൈമൺ ഹാഡ് അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം വാസ് ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് തിങ്സ് ലൈക്ക് ദ സ്കൂൾ ബെൽ റിംഗിങ് ഓർ ഹാവിംഗ് ടു മൂവ് ഹിസ് സീറ്റ്. എന്തായിരുന്നു പ്രശ്നം? സ്കൂൾ ബെല്ലടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അപ്സെറ്റ് ആവും, സീറ്റിൽ നിന്നൊന്നും മാറിയിരിക്കേണ്ടി വന്നാൽ അപ്സെറ്റ് ആവും. അടുത്തത്, what did Simon do when Hetty tried to push her way to the front of the ice cream queue? ഹെറ്റി വന്നിട്ട് ഐസ്ക്രീം ക്യൂവിൽ തള്ളിക്കയറി വരാൻ നിന്നപ്പോൾ എന്താ സൈമൺ ചെയ്തത്? ആൻസർ, when Hetty tried to push her way to the front of the ice cream queue, Simon suddenly shouted no very loudly. Hetty got such a fright that she turned around and ran off. എന്താണ്? അവൾ വന്ന് തള്ളിക്കയറാൻ വന്നപ്പോൾ അങ്ങോട്ട് നോ പറയും അല്ലേ, അത് കേട്ട് പേടിച്ച് ഹെറ്റി ഓടിപ്പോയി. അടുത്തത്, how did the opinion of other students about Simon change? സൈമണിന്റെ മാറ്റത്തെക്കുറിച്ച് ബാക്കിയുള്ള കുട്ടികളുടെ ഒപ്പീനിയൻ എന്തായിരുന്നു? The opinion of other students about Simon change.
Simon changed. Simon മാറി because they should learn to understand him. They realized that he was just the same as everyone else in the school. അവനെ എല്ലാവർക്കും മനസ്സിലായി, ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെയാണ് അവനും എന്ന് അവർ റിയലൈസ് ചെയ്തു. What does Simon's story tell you about dealing with people who are different from us? സൈമണിൻ്റെ സ്റ്റോറി എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ്. സൈമൺസ് ഇവിടെ എസ് ആണ് കേട്ടോ, ഇത് സൈമൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, എസ്. സൈമൺസ് സ്റ്റോറി ടെൽ us about we should try to understand people who are different from us and we should consider and love them. We should remember each one of us is different from others in one way or the other. നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരെ നമ്മൾ കൺസിഡർ ചെയ്യണം, പരിഗണിക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും ഒരാൾ വ്യത്യസ്തരായിരിക്കും, എല്ലാവരും ഒരേപോലെ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നമ്മുടെ പാർട്ട് 2 ക്ലാസ്സിലാണ് ഉള്ളത്, ആക്ടിവിറ്റീസ് എല്ലാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.